ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫാമിലി വീക്കിൻ്റെ ആദ്യ ദിവസമായ ഇന്നലെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ബിന്നിയുടെയും ഫാമിലിയാണ് വീട്ടിലേക്ക് കയറിയത്. ആദ്യം തന്നെ ഷാനവാസിൻ്റെ വൈഫും മകളും വീട്ടിലേക്ക് കയറുകയായിരുന്നു. ശേഷം അനീഷിൻ്റെ അമ്മയും സഹോദരനും വീട്ടിലേക്ക് വരികയായിരുന്നു. അല്പസമയത്തിന് ശേഷമാണ് അനീഷിൻ്റെ അമ്മയും സഹോദരനും വീട്ടിലേക്ക് വരുന്നത്. ആദ്യം തന്നെ ഇവർക്ക് ഇവരുടെ ഫാമിലിയെ കണ്ടുമുട്ടാനായിട്ട് ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് കണ്ടുമുട്ടാനായി സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു അജണ്ട ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. 7ൻ്റെ സീസൺ ആയതുകൊണ്ടും 7ൻ്റെ പണികളായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് കടുകട്ടിയേറിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയധികം വൈകിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അനീഷിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്, അനീഷിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നതിനെപ്പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് കുടുംബചിത്രം എന്ന ടാസ്ക് ആയിരുന്നു. അതായത് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബചിത്രത്തിൻ്റെ പസിലുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. അത് ഇവർ സോൾവ് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത് 2 പെഡസ്ട്രിയലുകൾ ഉണ്ടാകും. അതിൽ 2 താക്കോലുകൾ ഉണ്ടാകും. താക്കോലുകൾ ഉപയോഗിച്ച് പെട്ടി തുറക്കണം. പെട്ടിക്കുള്ളിൽ അടുത്ത ഘട്ടത്തിൻ്റെ ടാസ്ക് ലെറ്ററും പ്രോപ്പർട്ടിയും ഉണ്ടാവും. അങ്ങനെ ആദ്യം തന്നെ ഷാനവാസ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുടുംബചിത്രത്തിൻ്റെ പസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് അതികഠിനമായ അല്ലെങ്കിൽ കടുകട്ടിയേറിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു. സത്യത്തിൽ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഫാമിലിയെ കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അവർക്ക് ഉണ്ടാകുമല്ലോ. ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ടാസ്കുകൾ കൊടുക്കരുതേ എന്നുള്ളതാണ് എനിക്ക് ബിഗ് ബോസിനോട് അപേക്ഷിക്കാനുള്ളത്. അതായത് ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്: ഒരു സ്കെയിലും 5 ക്യൂബും കൊടുക്കുന്നു. 2 വശങ്ങളിലായിട്ട് 2 പെഡസ്ട്രിയലുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെഡസ്ട്രിയലിൽ ഒരു ബൗളും വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു സൈഡിൽ നിന്നും ഗെയിം ആരംഭിക്കണം. ആ സ്കെയിൽ വായിൽ വെച്ചതിന് ശേഷം ഒരു ക്യൂബ് അതിന് മുകളിൽ എടുത്തു വെക്കണം. ആ ക്യൂബ് താഴെ വീഴാതെ ഓപ്പോസിറ്റുള്ള പെഡസ്ട്രിയൽ വരെ എത്തിക്കണം. പിന്നീട് അവിടെ നിന്നും 2 ക്യൂബ് എടുക്കണം. അത് താഴെ വീഴാതെ ഓപ്പോസിറ്റുള്ള പെഡസ്ട്രിയൽ വരെ എത്തിക്കണം. അങ്ങനെ ക്യൂബ് താഴെ വീഴാതെ പെഡസ്ട്രിയലിൽ വെച്ചിരിക്കുന്ന 5 ക്യൂബുകളും താഴെ വീഴാതെ പെഡസ്ട്രിയലിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിൽ കൊണ്ടിടുമ്പോഴാണ് ടാസ്ക് തീരുന്നത്. സത്യത്തിൽ ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ നെർവസ് ആയിരുന്നു. അനീഷും നെർവസ് ആയിരുന്നു. നല്ല രീതിയിൽ 2 പേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് തങ്ങളുടെ ഫാമിലി നിൽക്കുകയാണ്. തങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരായ അമ്മയും സഹോദരനും വൈഫും മോളും ഒക്കെ നിൽക്കുന്നുണ്ട്. അവർ കയറി വരുന്ന സമയത്ത് തന്നെ അവരൊന്ന് ഓടിപ്പോയിന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാനോ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്ലാസ്മ ടിവിയിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാനവാസ് കുറച്ച് നെർവസ് ആയിരുന്നു. എങ്കിൽ കൂടി ഷാനവാസ് ടാർഗറ്റ് ചെയ്തിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഷാനവാസ് അത്യാവശ്യം നല്ല സമയമെടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. എങ്കിലും അനീഷിനേക്കാളും കുറച്ച് സമയം മുൻപ് ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിലും ഷാനവാസ് പോയി ഏറെ നേരം വൈകിട്ടാണ് അനീഷിന് തൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അവസാനം ഈ 2ാം ഘട്ടവും അവസാനിക്കുമ്പോൾ അനീഷ് തളർന്ന് പരവശനായിട്ട് കുഴഞ്ഞൊരവസ്ഥയിലായിരുന്നു. അതിനുശേഷം അനീഷ് ആ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ വരും എന്നത് വിചാരിച്ചില്ല, അമ്മ വരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിഷ്കളങ്കമായി കരയുന്ന ഒരു അനീഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അനീഷ് അവിടെ തളർന്നിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് അനീഷിൻ്റെ അമ്മയോടും സഹോദരനോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലാനായിട്ട് പറയുകയാണ്. അവിടെ നിന്നാണ് അവരുടെ ആ ഒരു ആദ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അതായത് ബിഗ് ബോസ് വീട്ടിലെ ആദ്യ കൂടിക്കാഴ്ച. അതിനുശേഷം അനീഷും തൻ്റെ അമ്മയും സഹോദരനും ലിവിങ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു പടം, ഒരു കുടുംബചിത്രത്തിൻ്റെ ഫോട്ടോ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അനീഷിൻ്റെ വിവാഹ തലേന്ന് എടുത്ത ഒരു ഫോട്ടോയാണ് എന്നത് അനീഷ് ഇത് പറയുന്നുമുണ്ട്. ഈ ഒരു കാര്യം തികച്ചും അനീഷിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. എങ്കിൽ കൂടി അനീഷ് ഒനീലിനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ആ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് താനൊന്ന് നെർവസായി. അതായത് തൻ്റെ വിവാഹ തലേന്ന് തൻ്റെ കുടുംബവും ഒത്തുള്ള എടുത്ത ഫോട്ടോയാണ്. അതിനുശേഷം തൻ്റെ വിവാഹം കഴിയുന്നു, വിവാഹബന്ധം വേർപിരിയുന്നു, 2 പേരും 2 വഴിക്കായി 2 ചിന്തകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആ ഒരു വിഷയം ക്ലോസ് ആയതാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നും ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയതാണ്. വീണ്ടും ആ ഒരു ട്രോമ എന്നെ തേടി വന്നിരിക്കുകയായിരുന്നു. സത്യത്തിൽ ആ ഒരു ഫോട്ടോ കണ്ട സമയത്ത് ആ ഓർമ്മകളെല്ലാം തന്നെ തൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അനീഷ് ഒനീലിനോട് പറയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അനീഷ് അത്രയും സമയമെടുത്തത് ആ ഒരു
ഫോട്ടോ ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനും രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു ടാസ്ക് ഇത്രയധികം വൈകിപ്പിക്കാനും ആ ഒരു ഫോട്ടോ കണ്ടതോടുകൂടി അനീഷ് തീർച്ചയായും ഇമോഷണലി വീക്കായി എന്നതൊരു വാസ്തവമാണ്. മറ്റൊന്ന് പ്ലാസ്മ ടി വിയിലൂടെ തൻ്റെ അമ്മയെയും സഹോദരനെയും കണ്ടതോടുകൂടി അനീഷ് ഇമോഷണലി വളരെയധികം ഔട്ട് ബേസ്റ്റ് ആയി ആര്യൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയി പോയി എന്നാണ് എനിക്ക് ലൈവ് കണ്ട സമയത്ത് തോന്നിയത്. കാരണം അനീഷ് വല്ലാത്ത എക്സൈറ്റഡ് ആയിരുന്നു. അമ്മയും അച്ഛനും വരില്ല എന്നുള്ളത് അനീഷ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്നാൽ തൻ്റെ അമ്മ വന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നുണ്ട്. അനീഷ് തീർച്ചയായും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ ബിഗ് ബോസിൻ്റെ നാഴിക്ക് 40 വട്ടം അനീഷ് പറയുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ആദ്യം വന്ന സമയത്ത് എങ്ങനെ കളിച്ചോ അതുപോലെ കളിക്കുക എന്നതാണ് അനീഷിന് കൊടുത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒറ്റയാനായിട്ട് കളിക്കുക എന്നതാണ്. പക്ഷേ അനീഷ് ചെവിയിലൊന്നും കയറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷ് ഏതോ ഒരു ലോകത്ത്, സ്വപ്ന ലോകത്ത് പറന്ന് നടക്കുന്നൊരു മാലാഖയെ പോലെ നടക്കുകയായിരുന്നു. മാത്രമല്ല ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും, ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലിക്ക്. അതായത് നിങ്ങൾക്ക് ഈ ഷാനവാസിനെ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഫാമിലിക്ക് കൊടുത്തത് ഷാനവാസിനെ കൂടാതെ ഷാനവാസിനെ അല്ലാതെ മറ്റു ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ പേര് പറയാനായിട്ട് കാരണസഹിതം പറയാനാണ് പറഞ്ഞത്. അനീഷിൻ്റെയും അതുപോലെ തന്നെ അനീഷിനെ അല്ലാതെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ പറയാനായിട്ട് പറയുന്ന സമയത്ത് അനീഷിൻ്റെ സഹോദരൻ വലിയൊരു ഗെയിം ചേഞ്ച് ആകും എന്നൊരു ഘട്ടത്തിൽ എത്തി എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു. എന്നാൽ ബിഗ് ബോസ് അവിടെ ഒരു തടയിടുകയാണ്. അതായത് അനീഷിൻ്റെ സഹോദരൻ പറഞ്ഞത് പുറത്ത് അനീഷും ഷാനവാസും നല്ല കോംബോ തന്നെയാണ് എങ്കിൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ ആ ഒരു ഒറ്റയാൻ ഗെയിം കളിക്കണമെന്ന് പറയാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ബിഗ് ബോസ് അതിനെ തടയിടുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തെ മാറ്റിവിടുകയാണ് സത്യത്തിൽ അവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഹിൻ്റ് വ്യക്തമായി മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് അനീഷ് വേറെ ഏതോ ഒരു ലോകത്തുമായിരുന്നല്ലോ. അങ്ങനെ ആര്യനെയാണ് ഇഷ്ടം എന്നതാണ് അനീഷിൻ്റെ സഹോദരൻ പറഞ്ഞത്. അനീഷിൻ്റെ അമ്മ പറഞ്ഞത് ഷാനവാസിനെയാണ് ഇഷ്ടം എന്നതായിരുന്നു. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ വൈഫ് പറഞ്ഞത് അനീഷിനെയാണ് ഇഷ്ടം എന്നതാണ്. മോള് പറഞ്ഞത് നെവിനെയാണ് ഇഷ്ടം എന്നതാണ്. മോള് വളരെയധികം പോസിറ്റീവ് വൈബുള്ള, ഒരു തുള്ളി ചാടി കളിക്കുന്ന ഒരു വളരെയധികം ക്യൂട്ടായൊരു കുഞ്ഞു മോളായിരുന്നു. വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ട് നെവിനെ മേക്കപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. സുപ്രഭാതം സുപ്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനിടയ്ക്ക് ട്രോളെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അനീഷിന് നല്ലൊരു ഹിൻ്റാണ് അനീഷിൻ്റെ അമ്മ കൊടുത്തത്, ഒറ്റയാനായി കളിക്കണം എന്നത്. പക്ഷെ അനീഷിനത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 7ൻ്റെ സീസൺ അല്ലെങ്കിൽ സീസൺ 7 എന്നൊക്കെ പറയുമ്പോൾ ഇത്രയധികം വലിയൊരു പണി വരും എന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മത്സരാർത്ഥികളെ പോലെ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ആദ്യ ദിവസം തന്നെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും വീട്ടുകാർ വരുന്നു. അതിനുശേഷം രാത്രി ബിന്നിയുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി നൂബിന് 3 ദിവസം ബിഗ് ബോസ് വീട്ടിൽ തങ്ങാനുള്ളൊരു പ്രയോറിറ്റി കൂടിയുണ്ട്. അതായത് നൂറ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പവർ വെച്ചുകൊണ്ട് തന്നെ 3 ദിവസം ബിഗ് ബോസ് വീട്ടിൽ